35 വർഷമായി പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഗവൺമെൻറ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക്കിൽ ഇപ്രാവശ്യം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിനോടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണം എന്നറിയാം. ഇങ്ങനെ ഷോക്കായി പോയി പെട്ടെന്ന് അറിഞ്ഞപ്പം. പിന്നെ നമ്മളെന്താ വെച്ചാൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. കാരണം ഒരുപാട് സീറ്റ് ഇവിടെ വേക്കൻ്റാണ്. നമ്മളിപ്പം എനിക്ക് തോന്നുന്നു പോളി പല ഗേൾസും ചൂസ് ചെയ്യുന്നില്ല. ഒന്നാമത് ഗേൾസെല്ലാം ഇപ്പം കൂടുതലും നഴ്സിങ്ങും അങ്ങനെ ഇതിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഇവിടെ കുറേ സീറ്റ് വേക്കൻ്റാണ്. പിന്നെ കുറേ ആൾക്കാർ പൈസ ഒക്കെ കൊടുത്തിട്ട് പ്രൈവറ്റ് പോളിസിലെല്ലാം പോകുന്നുണ്ട് സീറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ പോളിയിൽ നല്ല എന്താ പറയുക കുറേ സീറ്റ് ഒഴിവുണ്ട്. പിന്നെ നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിടെക്കിന് പോകുകയാണെങ്കിൽ പോലും ഇവിടെ നല്ല എഡ്യൂക്കേഷൻ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക ഇവൻറ്റ്സ് അയക്കാനാലും നമ്മളെ സ്പോർട്സ് ഇപ്പം ഗേൾസ് മാത്രമായതുകൊണ്ട് ഇവിടെ 3 ഇവൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബോയ്സ് കൂടി വരികയാണെങ്കിൽ കുറേ ഇവൻറ്റ്സ് കൂടും. അപ്പോൾ എന്താ പറയുക അത് കോളേജിൽ നല്ല റിസൾട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വരുന്നതിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അവർ വരുന്നതിൽ. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഗേൾസിനെയും വെൽക്കം ചെയ്യുന്നു. ബോയ്സിനെ മാത്രമല്ല ഗേൾസിനെയും ബോയ്സിനെയും നമ്മൾ ഈ കോളേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. 35 വർഷമായി പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വനിതാ പോളിടെക്നിക് കോളേജിൽ ഇനി ആൺകുട്ടികൾക്കും പഠിക്കാം. കോറോത്തെ പയ്യന്നൂർ ഗവൺമെൻറ് റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ആൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയത്. കേരളത്തിലെ റെസിഡൻഷ്യൽ മാതൃകയിലുള്ള ഏക വനിതാ പോളിടെക്നിക്കാണിത്. 1991 ഇത് ആരംഭിച്ചത്. ക്ലാസ് മുറികളിൽ പെൺകുട്ടികൾ കുറഞ്ഞതോടെയാണ് ആൺകുട്ടികൾക്കും പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത്. 35 വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂർ വനിതാ പോളിടെക്നിക്കിൽ ആൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ സിംഗിൾ ജെൻഡർ സ്കൂളുകളൊക്കെ മിക്സഡായി മാറുന്ന ഒരു സർക്കാരിൻ്റെ നയം നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. കുറേ സ്കൂളുകളൊക്കെ ഗേൾസ് സ്കൂളുകൾ മിക്സഡ് ആക്കുന്നതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് വനിതാ പോളിടെക്നിക്കുകളിൽ മിക്സഡ് ആക്കുന്നത് ഗവൺമെൻറ് പരിശോധിക്കുകയും ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ പയ്യന്നൂർ പോളിടെക്നിക്കിനെ ഈ വർഷം ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. ആൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുത്ത് നോക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തേത് ഗവൺമെൻറ് അങ്ങനെ ആലോചിക്കാനൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് നമ്മുടെ അഡ്മിഷനിൽ കുറച്ച് കുറവ് വരുന്നുണ്ട്. നമുക്കറിയാം ഡിഗ്രി കോളേജുകളിലൊക്കെ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ കുറേ സീറ്റുകൾ വേക്കൻ്റായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. ചില ബ്രാഞ്ചുകളിൽ പകുതിയോളം സീറ്റുകളൊക്കെ ഒഴിവ് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ആൺകുട്ടികൾ കൂടി. അതേസമയം ഈ കണ്ണൂർ അഡ്മിഷൻ കിട്ടാതെ മടങ്ങിപ്പോകുന്ന ആൺകുട്ടികളുമുണ്ട്. അപ്പോൾ അവർക്കൊരു ചാൻസുമായി. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ആൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകുന്ന കാര്യം ആലോചിച്ചത്. പിന്നെ പയ്യന്നൂർ പോളിടെക്നിക്കിൽ 4 കോഴ്സുകളാണുള്ളത്. അതിൽ 3 എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. ഈ 3 എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. പിന്നെ ഒരു മാനേജ്മെൻറ്റ് കോഴ്സ് ഉള്ളത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന കോഴ്സ്. അതിലെല്ലാം കൂടി നമുക്കൊരു വർഷത്തേക്ക് 242 സീറ്റുകളാണ് അഡ്മിഷൻ ഉണ്ടാവുക. അതിനുശേഷമാണ് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാവുന്ന ജനറൽ പോളിടെക്നിക് ആക്കാൻ തീരുമാനിച്ചത്. ഈ മാറ്റത്തിന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അംഗീകാരവും ലഭിച്ചു. 4 കോഴ്സുകളിൽ 50% വീതം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇനി പഠിക്കാം. പെൺകുട്ടികൾക്കായുള്ള 50% സീറ്റുകളിൽ പ്രവേശനത്തിന് ശേഷം ഒഴിവ് വരികയാണെങ്കിൽ അവയും ജനറൽ വിഭാഗത്തിലേക്ക് മാറ്റും. 35 വർഷത്തിന് ശേഷമാണ് വനിതാ പോളിയിൽ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. 22 വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ജൂലൈ 15-നാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആൺകുട്ടികളെ വരവേൽക്കാൻ ഈ ക്യാമ്പസ് റെഡിയായി നിൽക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.